ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് ഷാനവാസിന്റെ ശരീരത്തിലേക്ക് ഷോൾഡർ കൊണ്ടോ അല്ലെങ്കിൽ ചെസ്റ്റ് കൊണ്ടോ ഒരു പ്രസ് കൊടുക്കുന്നത് ആര്യനാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ കത്തി നിൽക്കുന്ന ആംഗ്രി അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പ്രകടിപ്പിക്കുന്നത്. കൈ കൊണ്ട് നെഞ്ചൊരു തള്ളല്, ആളെ ഒന്ന് നീക്കി, പിന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കയ്യാങ്കളിയിലേക്ക് പോയത്. എന്നാൽ ഈ വീഡിയോ പൂർണ്ണമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു തോന്നലിന്റെ പുറത്ത് എന്തിനാകാം ഷാനവാസ് ആര്യനുമായി തല്ലുണ്ടാക്കിയത് എന്ന് നമുക്ക് തോന്നിപ്പോകും. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ മുറികളിൽ നിന്ന് അവർ പുറത്തേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് ഉണ്ടായ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കിയേ. എന്തിനാകാം ഷാനവാസിനെ ആര്യൻ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക? കേൾക്കാം. എന്നോട് ഇയാളെ കളി തോട്ടിന് എന്തിനാ എന്നോട് കാണിക്കുന്നത്? ഫസ്റ്റ് സ്റ്റേഷൻ ഇയാളെ പേര് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ വന്നതിന്റെ എന്താണെന്ന് നോക്കിയിട്ട് ഫൈറ്റ് ആവശ്യമില്ലാണ്ട് ഫൈറ്റ് ചെയ്ത് ഞങ്ങളെ പേഴ്സണൽ കാര്യം ഈ വിളിച്ചത് എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. വേറെ എന്ത് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അമ്മയെ ചേർത്ത് വിളിച്ചാണ് ചോദിച്ചത്. ഇനി എന്താ വിളിച്ചത് അപ്പൊ അതിന് അല്ലെങ്കിൽ അമ്മ ചുണ്ട് ഞാൻ അടിച്ചു പൊടിച്ചിട്ടില്ലേ? ഓക്കെ, ഇവിടെ ലൈവ് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ, അതേപോലെ എപ്പിസോഡും കണ്ടതാണ്. എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2-3 തവണ കണ്ടിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്തതാണ് നിങ്ങളിപ്പോ സൈഡിൽ കട്ടിങ് ആയിട്ട് കണ്ടത്. അതായത് ജിസേലി പോയതുപോലെ വല്ലാണ്ട ചാരി നിൽക്കണ്ട, അതേപോലെ അങ്ങ് പോവേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ആര്യനോട് ഷാനവാസ് പറയുന്നത്. അതിന് ഒന്ന് പോടാ എന്ന് പറയുന്നതിന് മുന്നിൽ ഒരു ബീപ്പ് ഉണ്ട്, ശബ്ദമില്ല. പിന്നീട് അവിടെ നിന്നും നമ്മൾ കാണുന്നത് കിച്ചണിൽ എത്തിയ ഭാഗമാണ്. ഇത് ലൈവിലും കാണിക്കുന്നില്ല. അതായത് അമ്മയ്ക്ക് വിളിച്ചു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം അത് ലൈവിലെങ്കിലും കാണിക്കണ്ടേ? ലൈവിലില്ല, അതേപോലെ എപ്പിസോഡിലുമില്ല. അവിടെയാണ് ഒരു മിസ്റ്റേക്ക്. അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഷാനവാസിന് തോന്നിയതാണ്. ലക്ഷ്മി കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് തോന്നിയതല്ലേ എന്നുള്ളത്. അങ്ങനെ ഒരു തോന്നൽ കൊണ്ട് 2 തവണയാണ് ആൾക്ക് പണി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു തോന്നലല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയല്ലോ. പക്ഷെ ഷാനവാസിന് ആംഗ്രി ബഹളം വെക്കാനുള്ള ഒരു ടെൻഡൻസി കൂടാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം ഓക്കെ നീ പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ അവസാനം പിന്നെ നെഞ്ചത്തോട്ട് കയറി വന്ന് തള്ളി. ആ ഒരു തള്ളലാണ് തിരിച്ച് അങ്ങോട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ്, ഷാനവാസ് ഇങ്ങോട്ട് വരുന്നതിനാണ് അങ്ങോട്ട് കൂടുതലായിട്ട് കൊടുക്കാറ്. എന്നാൽ ഇന്നലെ ഷാനവാസിന്റെ ലൈവിലെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒരു സീക്രട്ട് ടാസ്ക് നമ്മുടെ ആര്യന് ബിഗ് ബോസ് വിളിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ആ ടാസ്ക് കണ്ടിട്ടുണ്ടാവും, കൂടുതലായി പറയേണ്ട കാര്യമില്ല. അതിമനോഹരമായി പോകുന്ന ആ ഒരു ടാസ്കിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കാൻ വേണ്ടി പറയുന്നു. ഷാനവാസിലേക്ക് എത്തുമ്പോൾ ഷാനവാസിന് അത്രമാത്രം തെളിവുകൾ കൊടുത്തിട്ട് പോലും ഷാനവാസിന് ആ ടാസ്കിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും ബാക്കിയുള്ള ആളുകളോടും കൂടി അത് വിളമ്പി അത് കുളമാക്കി. സത്യത്തിൽ ഷാനവാസ് ഒരു മൈൻഡ് ഗെയിം കളിച്ചതല്ല, അയാൾ അത് കുളമാക്കിയതാണെന്നുള്ളതാണ്. ഓക്കെ, അതല്ല വിഷയം. ഇവിടെ വിഷയത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് ആദ്യം നെഞ്ചത്തോട്ട് കയറിയത്? നിങ്ങൾ ഈ ക്ലിപ്പ് കട്ടിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ആ ആംഗ്രി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഒരു കാല് ഒന്നുകൂടി ഫോർവേഡ് ആയിപ്പോയി, നെഞ്ചു തട്ടി. ഇത് മനഃപൂർവ്വം തട്ടിയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവാൻ സാധ്യതയില്ല. പക്ഷെ ആ തട്ടിയതാണ്. ആദ്യം ആരാണ് തള്ളിയത് എന്ന് ഷാനവാസ് ചോദിക്കുന്ന ചോദ്യം കറക്റ്റാണ്. അത് ആര്യന്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഷാനവാസിന് ഇത്രയധികം ദേഷ്യം വന്നു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ ടാസ്ക് മനോഹരമായിട്ട് ആര്യൻ വിജയിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ അദ്ദേഹം അതിനെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് പറയുന്നു അതിമനോഹരമായിരുന്നു. ആര്യൻ വർണ്ണിക്കുന്നതിനിടയിൽ ഷാനവാസ് ഒരൊറ്റൊരുത്തനാണ് ഇപ്പൊ കുളം തോണ്ടിയത് എന്നും ഇത്തരം ടാസ്കുകൾ മനോഹരമാക്കണമെന്നും അതിൽ പങ്കാളിയാവുക, അത് വിജയിപ്പിക്കുക എന്നുള്ളത് മറ്റുള്ള ആളുകളുടെയും കൂടി ഒരു കടമയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അത്രമാത്രം തെളിവുകൾ കൊടുത്തിട്ട് ഷാനവാസിനെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇവിടെ ഷാനവാസ് എന്ന് പറയുന്ന മനുഷ്യന്റെ അധപ്പതനം കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ്. ആദില, നൂറ, അനിമോള് ഈ കൂട്ടത്തിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ, ഇന്നത്തെ പ്രൊമോ കണ്ടല്ലോ നിങ്ങൾ, ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി കടുക്കാൻ പോവുകയാണെന്നുള്ളത്. ഒരു പക്ഷേ സീക്രട്ട് ടാസ്കുകൾ കൂടുതൽ വരും.
ആ കൂട്ടങ്ങളെല്ലാം തല്ലി തകർക്കുമെന്ന് തന്നെ പറയുന്നുള്ളത്. വീട്ടിലോട്ട് തന്നെ വരാം. ഇവിടെ നടന്ന ആ ഒരു സംഭാഷണം കേൾക്കാം. ഓക്കെ, ഇവിടെ ആണയിട്ട് ആര്യം പറയുന്നുണ്ട് അത് അവന്റെ തോന്നലാണ് എന്ന്. പക്ഷെ ഭയങ്കര ടെമ്പറായി, ഭയങ്കര തല്ലായി. ഈ തല്ലിൽ നിന്നും ബിഗ് ബോസ് ഇടപെടുന്നു. എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നു. ഒരു 10-20 മിനിറ്റ് മിണ്ടാതിരിക്കാൻ പറയുന്നു. പക്ഷെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിടുന്ന അവസാനം മിണ്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ബിഗ് ബോസ് എല്ലാവരും പിരിഞ്ഞു പോകാൻ പറയുന്നു. ഇത് കഴിഞ്ഞ് ഇതിന്റെ ഒരു ക്ലിയർ ആയിട്ട് ആര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാണ് ആര്യന്റെ ക്വാളിറ്റി. ചെയ്തെങ്കിൽ ചെയ്തൊന്നും, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നും പക്ക ക്ലാരിറ്റിയോട് കൂടിയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഷാനവാസിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും ചിലപ്പോ, പക്ഷെ അവരെ നമുക്ക് ഇഷ്ടമാണെന്ന് കരുതിക്കൊണ്ട് അവർ ചെയ്യുന്ന ഊളത്തരങ്ങൾ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ശരിയല്ല. അതൊരു നിലപാടില്ലായ്മയാണ് എന്ന് പറയേണ്ടി വരും. എനിക്ക് ഷാനവാസിന് ഇഷ്ടമാണ്, അനീഷിന് ഇഷ്ടമാണ്, ആര്യന് ഇഷ്ടം, എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ ഈ വിഷയത്തിൽ ആര്യന് കൂടെ നിൽക്കാൻ തോന്നുന്നത് ഈ ഒരു ശബ്ദം കേൾക്കൂ, നിങ്ങൾക്ക് കേട്ടെ. ശരി, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ആ കിച്ചന്റെ അവിടെ നടന്നപ്പോ എന്താ പറഞ്ഞേ, എന്റെ പൊന്നോ നീ അവിടെ പോയി പോടാ ഒന്ന് പോയി കൊണയുടെ വീര ഷാനവാസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓടിച്ചാടി നീ എന്റെ അമ്മ കയറി വിളിച്ചോ എന്ന് പറഞ്ഞാൽ ചാടി വന്നത് അത് തെറ്റായി. അത്രേ ഉള്ളൂ. നിങ്ങളെ അമ്മയുടെ ഞാൻ ഒന്നും വിളിച്ചിട്ടില്ല. എനിക്ക് എന്താ കള്ളം പറയാനുള്ളത്? ഓക്കെ, അവിടെ ഓടി വന്ന അടുക്കളയുടെ അവിടെ വന്നു എന്നുള്ള കഥ പറയുന്നുണ്ട്. ഞങ്ങൾക്കത് എപ്പിസോഡിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുവരെ എന്തോ ബല എന്ന് പറഞ്ഞു അതിൽ തെറി ഉണ്ടെന്നാണ് ഷാനവാസ് തെറ്റിയിരിക്കുന്നത്. എന്നാൽ ആദ്യം പറയുന്നു നിങ്ങളുടെ അമ്മയെ വിളിക്കേണ്ട കാര്യം എനിക്ക് എന്താണുള്ളത്? ബിഗ് ബോസിനകത്ത് വന്നിട്ട് അമ്മയെയും അച്ഛനെയും വിളിക്കേണ്ട കാര്യമില്ല. ഷാനവാസ് പലപ്പോഴും അച്ഛനെ വിളിക്കുന്നുണ്ട്. ആ ഒരു കാര്യം പലപ്പോഴും അദ്ദേഹം വിളിക്കുന്ന ആളുകൾക്ക് അത് കൊള്ളണമെന്ന് നമുക്ക് തോന്നാറുള്ളത് കൊണ്ടാണ് നമ്മൾ മൈൻഡ് ചെയ്യാത്തത്. പക്ഷെ ഇവിടെ അമ്മയ്ക്ക് വിളിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. മുഴുവൻ കേൾക്കും. പറയുന്നത് നീ എന്റെ അമ്മയ്ക്ക് വിളിച്ചു, ഞാൻ എന്റെ ചെവിളുടെ ഓർമ്മ അടിക്കുന്നു പറഞ്ഞു. ആ ഒരു വാക്ക് യൂസ് ചെയ്തു. ഞാൻ അതല്ലേ പറഞ്ഞത്, എനിക്ക് അങ്ങനെ തോന്നിയോണ്ട് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെകിടടിച്ച് പൊളിക്കും എന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ലാതെ തോന്നിക്കഴിഞ്ഞാൽ അതിന് വിളിച്ചില്ല. ഞാൻ പോയതുമല്ല, ഞാൻ അത്രല്ലേ പറഞ്ഞോളൂ. ഓക്കെ, എന്തിനാ ഷാനവാസ് അവിടെ അങ്ങനെ ഒരു വാക്ക് വീണ്ടും ആവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു വാക്ക് ആവശ്യമില്ലല്ലോ അവിടെ. തോന്നിയാൽ അങ്ങനെ വിളിച്ചു എന്ന് എനിക്ക് തോന്നിയാൽ, അത് തോന്നലുകൾക്ക് അവിടെ പ്രസക്തിയില്ല. ഇവിടെ അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക തന്നെ, അടിക്കണം എന്ന് തോന്നി അടിക്കണം. ഇതിപ്പോ ആവശ്യമില്ലാതെ ഇത്രയും നാൾ അവിടെ എത്തിയിട്ട് ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ പേര് പുറത്തു പോകേണ്ട കാര്യം എന്തുള്ളത്? ഇതിപ്പോ ടാസ്കിനിടയിൽ ആദിലയെ ഒന്ന് പുഷ് ചെയ്തില്ലേ? ആ ഒരു സാധനം തന്നെ വലിയ ചർച്ചയാവേണ്ടത്. പക്ഷെ ആദില നിങ്ങളുടെ സുഹൃത്തായതുകൊണ്ടാണ്. അത് അനീഷൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ പൊട്ടിപ്പൊളിഞ്ഞാനെ, അത്ര പ്രശ്നം ഉണ്ടായാനെ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഗെയിമിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവരെടുത്ത് ദൂരെ കളയും. എത്ര വലിയ PR കൊടുത്ത ആളാണെങ്കിലും ശരി, എത്ര നന്നായി കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ശരി, പുറത്താക്കുക തന്നെയായി. അത് ഫിസിക്കൽ അസോൾട്ടിന് ഒരു കുഴപ്പമുണ്ട്, അത് മനസ്സിലാക്കണം. ചെയ്താൽ സ്വഭാവം മാറും പറഞ്ഞ എന്താ ഉത്തരം? അത്രല്ലേ പറഞ്ഞോളൂ. ഇത് നീ എന്റെ അടുത്തേക്ക് വരുന്നതിനാ? അതാ അങ്ങോട്ട് സൈഡിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അതല്ലേ പറഞ്ഞത്. വെറുതെ നടക്കുമ്പോൾ ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അമ്മയെ ചെവിടിച്ചാൻ പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ? വരുത് അതിനു വേണ്ടി എനിക്ക് തോന്നി പോലില്ല. നിങ്ങളുടെ അമ്മ ഇത്ര സില്ലി കേസിന് എന്തിനാണ് ഇങ്ങനെ അമ്മ വിളിയാ? ഇയാളുടെ അമ്മയ്ക്ക് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ എന്തിനാ ഇയാളുടെ അമ്മയ്ക്ക് വിളിക്കണ്ടേ? സില്ലി ആയിട്ടുള്ള ഒരു കാര്യം. സില്ലി കാര്യമല്ല, ഒരാളുടെ അമ്മ കയറി വിളിച്ചു പറയുമ്പോ എനിക്ക് രണ്ടാളും ആയിട്ടുള്ള ഒരു കാര്യത്തുമ്പിലാണ് പിടിച്ചു കയറുന്നത്. ഈ തോന്നലാണ് എന്നെ ഇടിക്കാൻ വന്നത്. പിന്നെ ഒരു സില്ലിയായ കേസിൽ വെറുതെ സംസാരിക്കല്ലേ എന്ന് പറയുമ്പോൾ അനീഷിന്റെ വായ അടപ്പിച്ചു ആര്യൻ. ഇതൊരു സില്ലിയായ കേസാണോ? അമ്മയ്ക്ക് വിളിക്കുന്നു എന്ന് പറയുന്നത് ഒരു സില്ലിയായ കേസാണോ? അതാണ് ആര്യൻ കേട്ടോ. സത്യം പറയട്ടെ, ആര്യൻ ഗിസയിൽ പോയതിനു ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പെരുമാറുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് ഗെയിം കളിക്കുന്നുണ്ട്. ഒരു പക്ഷേ തുടക്കം മുതൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ടാസ്കുകൾ വിൻ ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ആര്യൻ എന്ന് പറയുന്ന വ്യക്തി. ആ ഒരു ക്വാളിറ്റി അയാൾക്ക് ഉണ്ട് താനും. കുറെ പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് കോപ്രായത്തരങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് വെറുപ്പ് സമ്പാദിച്ച ഒരു മനുഷ്യനാണ്. നമുക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ അയാള് ഒരു ക്വാളിറ്റി ഗെയിമറായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഷാനവാസ് അധപ്പതിക്കുന്നതും കാണുന്നുണ്ട്. ഷാനവാസ് ഉടനെ തന്നെ പെങ്ങന്മാരെയൊക്കെ ഒഴിവാക്കി പണ്ടത്തെ സ്റ്റാൻഡിൽ നിൽക്കണമെന്നാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാള് എന്ന നിലയിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളത് കേൾക്കുന്നില്ല എന്ന് എനിക്കറിയാം, എന്നാലും പറയുകയാണ്, ഒറ്റക്ക് കളിക്ക് ഷാനവാസ്ക. ആ പെങ്ങൾക്കാടൊക്കെ എടുത്ത് ദൂരക്കള. അവരൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് പൊയ്ക്കാല് വെട്ടും. അന്നത്തെ വിഷയം തന്നെ അറിയില്ല. അന്ന് ആദ്യം കൈയും കാലും പിടിച്ചിട്ടാണ് നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നത്. പിന്നെ അവർക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യുന്നു പറയാൻ? നിങ്ങളൊരു ഗെയിം കളിക്കാൻ വന്നതല്ലേ, അവിടെ അവരൊക്കെ ഒഴിവാക്കി കളിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ക്വാളിറ്റി ഗെയിമറായിട്ട് ഒരു പക്ഷെ ആര്യൻ ടോപ്പിൽ നിൽക്കുന്നു.
രണ്ടാമത് ഒരു പക്ഷെ അനീഷിന്റെ പേര് കഴിഞ്ഞ് ഷാനവാസിന്റെ പേരിലേക്ക് എത്തണമെങ്കിൽ അക്ബറിന്റെ പേരും കൂടി കഴിയണം എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഫിസിക്കൽ അസോൾട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ദൂരെ കളയും. ക്വാളിറ്റിയിൽ കളിക്കുക, വൃത്തികേടുകൾ പറയുന്ന അവസാനിപ്പിക്കുക. ഇത് എന്റെ എത്താൻ തുടങ്ങി. ഏകദേശം 10-70 ദിവസത്തിന്റെ അടുത്ത തറയില്ലേ. ഇനി വളരെ കുറച്ച് ദിവസമുള്ള പൊട്ടത്തരങ്ങളാണ് ഈ മനുഷ്യന്മാരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് പറയുന്നു, ആര്യൻ ആ ടോപ്പ് 5 ഉണ്ടാവാനുള്ള സാധ്യത 100% ഉണ്ട്. അപ്പോൾ ആര്യന്റെ ഭാഗം നിങ്ങൾ കേട്ടല്ലോ, ഷാനവാസിന്റെ ഭാഗം നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ദീർഘസന്ധി ഇവിടെ പോൾ സൈനിങ് ഓഫ്.